നിങ്ങളൊരു അധ്യാപകനാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നിങ്ങൾക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ കുട്ടികളും ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ട്യൂഷൻ ആവശ്യമാണ്. 1-ാം ക്ലാസ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ 10-ാം ക്ലാസ്, +2, അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസ് എന്ത് തന്നെയാണെങ്കിലും സ്റ്റുഡൻസ് ട്യൂഷൻസിന് പോകാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ മോഡലിൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വൈഡ് വെറൈറ്റീസ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട് അല്ലേ? മാത്തമാറ്റിക്സ്, അതുപോലെ സുവോളജി, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അതുപോലെ മറ്റ് ലാംഗ്വേജസ്, അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് BBA, MBA, സുവോളജി, കെമിസ്ട്രി, അങ്ങനെ അൺലിമിറ്റഡ് സബ്ജക്ട്സുകളുണ്ട്. ഇപ്പോൾ ഏത് മേഖലയിലാണോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സിൽ, ഫോർ എക്സാമ്പിൾ 10-ാം ക്ലാസ്സിന് വേണ്ടിയുള്ള കെമിസ്ട്രി മാത്രം, അല്ലെങ്കിൽ 10-ാം ക്ലാസ് 10th സ്റ്റാൻഡേർഡ് കേരള സിലബസ് 10th സ്റ്റാൻഡേർഡിന് വേണ്ടിയുള്ള മാത്തമാറ്റിക്സ് മാത്രം, ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല അത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന വലിയൊരു സർവീസ് ആയിരിക്കും. നമുക്കറിയാം, ഇന്ന് പലതരത്തിലുള്ള ബൈജൂസ് പോലെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, ഓട്ടോമേറ്റഡ് ക്ലാസ്സസ് അല്ലേ? അപ്പോൾ അതേസമയം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് അവരെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം അധ്യാപകനാകുമ്പം പല ഏരിയ ഉണ്ട്. അതായത് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ, പരീക്ഷയിൽ ഒരുപക്ഷെ മാർക്ക് കുറവുള്ള കുട്ടികൾ, അവരെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റിലൂടെ. നിങ്ങൾ ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ആ മേഖലയിൽ നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തും. അതുമാത്രമല്ല, ധാരാളം സ്റ്റുഡൻസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സർവീസ് കൂടി ആയിരിക്കും അത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അധ്യാപകനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ താല്പര്യം എന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായിട്ടൊരു 30 minutes ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ അവൈലബിൾ ആണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.